നമസ്കാരം. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് കുഞ്ഞിൻ്റെ വീഡിയോയാണ് ഇട്ടത്. അത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. കാര്യമെന്ന് വെച്ചാൽ UK-യിലൊരു കുഞ്ഞിനെ രക്ഷിച്ച ഒരു മലയാളി പയ്യനെ നമ്മൾ കണ്ടല്ലോ. ഞാൻ UK-യിൽ പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, അവിടുത്തെ എല്ലാ ജനലുകളും ഇങ്ങനെയാണ്. കാര്യം ഒരു ഗ്ലാസ്സാണ്, അതിനെങ്ങനെ പൊക്കുമ്പോൾ എയർ കയറി വരും, ഇങ്ങനെ താത്തങ്ങ് അടച്ച് ലോക്കിടാൻ പറ്റും. പക്ഷേ ഞാൻ നൈനുവിനെയും കൊണ്ട് അവിടെ നിന്നപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചൊരു കാര്യമാണത്. നൈനു നമ്മളറിയാതെ അതിൻ്റെ കൊളുത്തെടുത്തിട്ട് ഇങ്ങനെ ജനൽ തുറന്നങ്ങ് പോകും. അതിനകത്ത് കൂടെ അങ്ങ് ഇറങ്ങാൻ പറ്റും ആർക്കും. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് ആ നൈനുവിൻ്റെ കൂടെ നിന്നത് കൊണ്ടാണ് നൈനു ഒരു ജനലിൽ തുടരുത്, മക്കൾ തുറന്ന് അതിനകത്ത് എത്തി നോക്കരുതെന്ന് വരെ പറയുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ ഹൈറ്റിനനുസരിച്ചേ ഉള്ളൂ അത്. അവിടെയുള്ള എല്ലാ ജനലുകളും അങ്ങനെയാണ്, കുഞ്ഞുങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് മാത്രമാണ് വച്ചിരിക്കുന്നത്. അപ്പം നമുക്കത് തൊടാൻ നിൽക്കാനും നോക്കാനും ഭയങ്കര പേടിയാണ്. ഞാനങ്ങനെ കണ്ണേ കയ്യെന്നും പറഞ്ഞ് നൈനുവിൻ്റെ കൂടെ ഞാൻ നിന്നത്. അപ്പോൾ ആ കുഞ്ഞിറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് അതേ അനുഭവം ഓർമ്മ വന്നു. എങ്ങനെയാണ് നൈനു നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, നൈനുവിൻ്റെ കൂടെ നമ്മളിരിക്കും. ഒരു കസേരയിട്ട് അവിടെ നൈനുവിനെ ഇരിക്കാൻ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. കാര്യം പേടിയാണ്. അവരെത്തി നോക്കിയാൽ തലകുത്തിന് അങ്ങ് പോകും. അങ്ങനെ രീതിയിലാണ് അവർക്ക് ഇറങ്ങാൻ പറ്റും അതുവഴി. എന്തായാലും രക്ഷിച്ച മലയാളി മോന് 1000 നന്ദി അറിയിക്കുകയാണ്. ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് മോനെ. സമൂഹത്തിൽ ഇങ്ങനെയുള്ള നല്ല നല്ല ആൾക്കാരുണ്ട് എന്ന് നമുക്കിപ്പോൾ ബോധ്യമായി കഴിഞ്ഞു. ഒരു കുഞ്ഞു ജീവനാണ് നമ്മൾ രക്ഷിച്ചത്. ഒരു കുഞ്ഞു ജീവനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് നമ്മൾ. അത് ഇപ്പോൾ വേറൊരിടത്തൊരു കുഞ്ഞിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നല്ല സമൂഹത്തിൽ ഇത്രയും നല്ല ആൾക്കാരുണ്ടല്ലോ എന്നൊരു അഭിമാനം തോന്നുകയാണ്. എന്തായാലും ആ സ്ഥലം അങ്ങനെ ഒരു സ്ഥലമാണ്. UK-യിൽ ഞാൻ നിന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. എല്ലാ ജനലുകളും ഫ്ലാറ്റുകളുടെ എല്ലാ ഡോറുകളും എല്ലാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും വേണോ തുറക്കാം എടുക്കാം, അങ്ങനത്തെ ഒരു സംവിധാനമാണ് അവിടെ.